അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 3ാം ക്ലാസ്സുകാർക്ക് നാളെ നടക്കാനിരിക്കുന്ന ലിസാനുൽ ഖുർആനിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. പാഠഭാഗത്തിൻ്റെ അവസാനം തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ പ്രവർത്തനം നുക്കമ്മിലു ബി കലിമാത്തിൽ മുനാസിബ, യോജിച്ച കലിമത്തുകൾ വെച്ച് പൂർത്തിയാക്കാനാണ്. 1. ഐനൽ ഹക്കീബത്തു, ബാഗ് എവിടെ എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം അൽ അഖീബത്തു അല തോവിലത്തി. എവിടെയാണ്? തോവിലത്ത്, മേശമേൽ ആണ് ബാഗ്. അല എന്ന അതിൻ്റെ അടിയിൽ കൊടുക്കണം. അല എന്നാൽ മേൽ എന്നാണ് അർത്ഥം. അടുത്തത് ഐനൽ കലമോ, പേന എവിടെ? ഉത്തരം അൽ കലമു ഫിൽ ജൈബി. പേന എവിടെയാണ്? പേന കീശയിലാണ് അല്ലേ, പോക്കറ്റിലാണ്. ഇനി അതിലെ രണ്ടാമത്തെ പ്രവർത്തനം നുമയ്യിസുൽ അഫ്ആലൽ മാലിയ വൽ മുലാരിയ മിനൽ ആത്തിയ, താഴെയുള്ള ഫിയലുകളെ മാലി മുലാരി എന്നിങ്ങനെ വേർതിരിക്കാനാണ്. ഏതെല്ലാം ഫിയലുകളാണെന്ന് നോക്കാം. യഷ്റബു, സല്ലമ, നസഹ, യദ്ഹബു, യതവല്ലഉ, ദഖല. നമുക്ക് മാലിയായ ഫിയലുകൾ ആദ്യം പറയാം. സല്ലമ, നസഹ, ദഖല. ഇനി മുലാരിയായ ഫീലുകൾ കണ്ടുപിടിക്കാൻ അതിൻ്റെ ഫസ്റ്റ് എന്തുണ്ടാവും? യാ ഉണ്ടാവും. യാ വെച്ചിട്ടാവും അത് തുടങ്ങുക. യഷ്റബു, യദ്ഹബു, യതവല്ലഉ, അങ്ങനെ. അതുപോലെയുള്ള ഫീലുകളൊക്കെ മുലാരിയായിക്കാരം. ഫഅലൻ്റെ ഫോമിൽ വരുന്ന ഫീലുകളെല്ലാം മാലിയും ആയിട്ടു. ഇനി അടുത്തത് നുക്കമ്മിലു ബിൽ ലമീരിൽ മുനാസിബി മിനൽ കൗസൈനി. അടുത്ത പ്രവർത്തനം നുക്കമ്മിലു ബിൽ ലമീരിൽ മുനാസിബി മിനൽ കൗസൈനി, യോജിച്ച ലമീറുകൾ വെച്ചിട്ട് പൂർത്തിയാക്കാനാണ്. ബ്രാക്കറ്റിൽ അൻത, ഹുവ, അൻതി, അൻതുമാ, അന, ഹിയ എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? അൻത എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷൻ, അയാളോടാണ് പറയേണ്ടത്. ഹുവ പറഞ്ഞാൽ അത്. അൻതി പറഞ്ഞാൽ നീ ഒരു പെണ്ണിനോടാണ് പറയേണ്ടത്. അൻതുമാ നിങ്ങൾ 2 പേർ. അന ഞാൻ. ഹിയ അത് ഒരു പെണ്ണിനോടാണ് പറയേണ്ടത്. ഒന്നാമത്തത് കുൽ ഡാഷ് അള്ളാഹു അഹദ്, അതെല്ലാവർക്കും അറിയാലേ, കുൽ ഹു അള്ളാഹു അഹദ്. 2. യാ ഇബ്നു എന്ന് പറഞ്ഞാൽ മകൻ, ആണാണ്. ഡാഷ് ദാരിസുൻ. ഉത്തരം യാ ഇബ്നു അൻത ദാരിസുൻ. അപ്പോൾ യാ ഇബ്നു അൻത ദാരിസുൻ, യാ മകനെ നീ പഠിക്കുന്നവനാണ്. 3. ഡാഷ് ദാരിസുൻ ഇസ്മി അനസുൻ. ഉത്തരം അന ദാരിസുൻ, ഞാൻ പഠിക്കുന്നവനാണ്. ഇസ്മി അനസുൻ, എൻ്റെ പേരെന്താണ്? അനസുൻ എന്നാണ്, അനസ് എന്നാണ്. 4. യാ ഇബ്നാനി ഡാഷ് ദാരിസാനി. ഉത്തരം യാ ഇബ്നാനി അൻതുമാ ദാരിസാനി. അവിടെ 2 പേരുണ്ട്, അതാണ് അൻതുമാ എന്ന് വന്നത്. 5. ഡാഷ് ദാരിസത്തുൻ പഠിക്കുന്നവളാണ്. ഇസ്മുഹ അവളുടെ പേര് അഫീഫത്തുൻ, അഫീഫ എന്നാണ്. അപ്പോൾ ഒരാളെ പറ്റിയിട്ടാണ് പറയേണ്ടത്, അവൾ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഹിയ ദാരിസത്തുൻ അവൾ വിദ്യാർത്ഥിയാണ്, പഠിക്കുന്നവളാണ്. ഇസ്മുഹ അഫീഫത്തുൻ അവളുടെ പേര് അഫീഫ എന്നാണ്. 6. യാ ബിൻതു പെൺകുട്ടി ദാഷ് ദാരിസത്തുൻ അൻതി ദാരിസത്തുൻ നീ പഠിക്കുന്നവളാണ്. അടുത്തത് നസിലു ബിലിദ്ദിൻ മുനാസിബിൻ, യോജിച്ച വിപരീതം ചേർക്കാനാണ്. അമാമ് പറഞ്ഞാൽ എന്താ? മുന്നിൽ. അപ്പോൾ അതിൻ്റെ വിപരീതം എന്തേക്കാരം? വറ, ബാക്കിൽ. യമീൻ വലത് ഭാഗത്തേക്കാണ് യമീൻ എന്ന് പറയൽ. അപ്പോൾ നമ്മൾ ഷിമാൽ, യമീൻ്റെ വിപരീതം ഷിമാൽ. അടുത്തത് തെഹ്ത പറഞ്ഞാൽ താഴെ, ഫൗക്ക മുകളിൽ. അടുത്തത് നുക്കമ്മിലു ബിൽ മുഫ്രദുകൾ എഴുതാനാണ്. അവിടെ തുല്ലാബുന്ന് തന്നിട്ടുണ്ട്, ഔറാഖുന്ന് തന്നിട്ടുണ്ട്, നെഹ്നു എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ മുഫ്രദാണ് എഴുതാൻ. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനം. ഫസ്റ്റ് തുല്ലാബുൻ, അതിൻ്റെ ഏകവചനം തോലിബുൻ, വിദ്യാർത്ഥികൾ. അടുത്തത് ഔറാഖുൻ പേപ്പറുകൾ, അതിൻ്റെ ഏകവചനം വറക്കുൻ പേപ്പർ. അടുത്തത് നെഹ്നു പറഞ്ഞാൽ ഞങ്ങൾ.
അതിൻ്റെ മുഫ്രദ് എന്താ? അന. അനൻ്റെ ജമാണ് നെഹ്നു. അന ഞാൻ, നെഹ്നു ഞങ്ങൾ.